അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അസസ് ചെയ്യുക ആസ് എ ജനറൽ ലേമാൻ ആസ് ടു വെദർ ദിസ് മ്യൂച്വൽ ഫണ്ട് ഇസ് ഗുഡ് ടു ബി ഇൻവെസ്റ്റ്? അല്ല, IPO കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഷെയർ ആൾക്കാർക്ക് എപ്പോഴും വാങ്ങാനും വിൽക്കാനും പറ്റണം. അതിന് വേണ്ടി ഒരു മാർക്കറ്റ് പ്ലേസ് വേണം. അതാണ് സ്റ്റോക്ക് മാർക്കറ്റ്. കാരണം റിയൽ എസ്റ്റേറ്റ് ബിൽഡേഴ്സിന് ഡെവലപ്പേഴ്സിന് ഒരിക്കലും ബാങ്കിൻ്റെ നിന്ന് ലോൺ കിട്ടില്ല. അപ്പോൾ ഇനി 55-ാമത്തെ വയസ്സിൽ റിട്ടയർമെൻറ്റ് എടുത്തു കഴിഞ്ഞാലും സ്ത്രീകളാണെങ്കിൽ ഒന്നും കൂടി കരുതണം. കാരണം വെച്ചാൽ അവരുടെ ആവറേജ് ലൈഫ് എന്ന് വെച്ചാൽ 72 72 ഉള്ളൂ. ഒരു 80 വരെയൊക്കെ പോകുന്നു. അല്ല, അതിലൊരു ഡേഞ്ചർ ഉണ്ട്. അല്ല, സോ അപ്പം നമ്മൾ സാധാരണക്കാരൻ റിയൽ എസ്റ്റേറ്റിൽ വരുമ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചറിനകത്ത് വർക്ക് ചെയ്യാൻ അത്ര എളുപ്പമല്ല. അപ്പം ഞാൻ എംബസിയിൽ പോയിട്ട് അതിലൊരു ഹിൽട്ടൻ്റെ ഹോട്ടലുണ്ട്, ഞാൻ അതിൽ പോയി താമസിച്ചു. അപ്പോൾ ഞാനൊന്ന് ഞെളിഞ്ഞൊക്കെ ഇരുന്നു. കാരണം വെച്ചാൽ ഞാനും ഇതിൻ്റെ ഓണറാണല്ലോ. എൻ്റെ അടുത്ത് ഒരു ഷെയർ ഉള്ളെങ്കിൽ ഞാൻ അതിൻ്റെ ഓണറാണ്. വർക്കിംഗ് വിമൻ ആണ്, അവർ കരിയർ വലിയ തോതിൽ പൈസയൊന്നുമില്ല, എന്നാലും ബേസിക്സ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനാണ് പറയുന്നത്. ഇപ്പോൾ V-Guardiൽ നിന്ന് പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആവണേക്കാളും മുന്നേ ഇപ്പോൾ കൊച്ചി സാർ വിചാരിക്കണം എനിക്കൊരു 100 കോടി എടുത്തിട്ട് എനിക്ക് വണ്ടർല തുടങ്ങണം. ഹി ക്യാൻ ഡു ഇറ്റ്. പക്ഷേ ഇന്ന് പറയാണ് എനിക്ക് ഒരു മാൾ തുടങ്ങണം, അതിന് വേണ്ടി വണ്ടർലയിൽ നിന്ന് അല്ലെങ്കിൽ V-Guardiൽ നിന്ന് ഒരു 100 കോടി എടുത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഹി മേ നോട്ട് ഏബിൾ ടു ഡു ഇറ്റ്. ഈ ലാസ്റ്റ് 1 ഇയർ 26% കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു അല്ലെങ്കിൽ 100% ലാസ്റ്റ് കിട്ടിയത് ദാറ്റ്സ് എ റെഡ് ഫ്ലാഗ്. യു ഷുഡ് ഇൻവെസ്റ്റ്. ഞാൻ ബേസിക് ആയിട്ട് 2-3 കാര്യങ്ങൾ ചോദിക്കട്ടെ. ഒന്ന്, ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ CAGR-ഉം ആബ്സല്യൂട്ട് റിട്ടേൺസും ഇത് എപ്പോഴും ഈ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ കോണ്ടെക്സ്റ്റിൽ സംസാരിക്കുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് ഫോർ അസ് ഓർ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഇതിന് എന്താണ് വ്യത്യാസം, ഏതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ഇതിൽ 2 വിധത്തിലുണ്ട്. ഒന്ന് അബ്സല്യൂട്ട് റിട്ടേൺ എന്ന് വെച്ചാൽ നമ്മൾ എത്ര രൂപ വിട്ടു. ഇത് ശരിക്കും മ്യൂച്വൽ ഫണ്ടിനേക്കാൾ ഒരു ഏത് ഇൻവെസ്റ്റ്മെൻറ്റിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ലാൻഡ് വാങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് എത്ര റിട്ടേൺ എന്ന് പറയുന്നത്, അതാണ് ശരിക്കും അബ്സല്യൂട്ട് റിട്ടേൺ എന്ന് പറഞ്ഞാൽ. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ലാൻഡ് വാങ്ങിയത് ചിലർ പറയാറില്ലേ 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയാണ് ഞാനിപ്പോൾ 1 കോടിക്ക് വിറ്റുന്നുള്ളത്. പക്ഷേ അത് എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ് വിൽക്കണം എന്നുള്ളത് പലരും കണക്കാക്കാറില്ല. എൻ്റെ കേസ് കൊണ്ട് ചിലപ്പോൾ ഞാൻ ജനിച്ച ടൈമിലേക്ക് എൻ്റെ വീട്ടിൽ ആ ലാൻഡ് വാങ്ങിയതായിരിക്കും എനിക്ക് ആരെങ്കിലും ആ ലാൻഡ് ഗിഫ്റ്റ് തന്നാൽ ഞാൻ ചിലപ്പോൾ 40 വർഷം കഴിഞ്ഞിട്ട് വിൽക്കണത്. അപ്പോൾ 40 വർഷത്തിലാണ് 1 ലക്ഷം അന്ന് വാങ്ങിയ ചെറിയ ലാൻഡ് 1 കോടിക്ക് അല്ലെങ്കിൽ 10 കോടിക്കാണ് വിൽക്കുന്നത്. അപ്പോൾ അതിനാണ് അബ്സല്യൂട്ട് റിട്ടേൺ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതാണ് ഇത്ര ടൈംസ് എനിക്ക് വിൽക്കാൻ പറ്റിയെന്നുള്ളത്. ദാറ്റ് ഈസ് അബ്സല്യൂട്ട് റിട്ടേൺ. പക്ഷേ CAGR എന്ന് പറഞ്ഞാൽ ആനുവലി എത്ര ഇൻക്രിമെന്റ് കിട്ടി, അതാണ് CAGR എന്ന് പറഞ്ഞത്. അപ്പോൾ 1 ലക്ഷത്തിന്റെ ലാൻഡ് പ്രൈസ് അടുത്ത വർഷം 1,10,000 ആയെങ്കിൽ അടുത്ത വർഷത്തെ CAGR വിൽ ബി കാൽക്കുലേറ്റഡ് ഓൺ 1,10,000. അല്ല, 2 വർഷത്തെടുക്കാം. ഈ 40 വർഷം കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ 1 ലക്ഷം രൂപ ഇട്ടു, എന്നിട്ട് അതിൻ്റെ റിട്ടേൺ ഇപ്പോൾ 10% 1 വർഷം കൂടി കഴിഞ്ഞാൽ 1.10 ആവും. അതാണ് അബ്സല്യൂട്ട് റിട്ടേൺ. 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ റിട്ടേൺ ശരിക്കും പറഞ്ഞാൽ 1.10 ഒരു 10 കൂടി കഴിഞ്ഞാൽ 1.20 എന്നായിരിക്കും. അപ്പോൾ ഈ അബ്സല്യൂട്ട് റിട്ടേൺ എന്ന് പറഞ്ഞാൽ 20,000 രൂപയാണ്. അപ്പോൾ 20% കിട്ടി. പക്ഷേ CAGR കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1 വർഷം എത്ര കിട്ടിയെന്നുള്ളൂ 10% കൂടിയിട്ടുള്ളൂ. CAGR 10% ആയിരിക്കും, അബ്സല്യൂട്ട് റിട്ടേൺ 20% ആയിരിക്കും. സോ എപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഏതാണ്? ആനുവൽ റിട്ടേൺ, ആനുവലൈസ്ഡ് റിട്ടേൺ ഓവർ എ പീരീഡ് ഓഫ് എത്ര ടൈമാണെന്ന് വെച്ചാൽ. ആനുവൽ റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടൊക്കെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ എല്ലാവരും CAGR ആയിരിക്കും. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ തന്നെ പീരീഡ് നമ്മൾ എത്ര പീരീഡാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഒരു മ്യൂച്വൽ ഫണ്ട് നല്ലതാണോ, അതിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ? കാരണം ഒരേ സെഗ്മെന്റിൽ തന്നെ ഒരു 10 മ്യൂച്വൽ ഫണ്ട്സ് കാണുമല്ലോ, 10 കമ്പനീസിൻ്റെ കാണും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അസസ് ചെയ്യുക ആസ് എ ജനറൽ ലേമാൻ ആസ് ടു വെദർ ദിസ് മ്യൂച്വൽ ഫണ്ട് ഇസ് ഗുഡ് ടു ബി ഇൻവെസ്റ്റഡ്? അത് CAGR ആണോ? ഡെഫിനറ്റ്ലി CAGR ആണ്. CAGR നോക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ ഒന്ന് ആനുവലൈസ് റിട്ടേൺ, 3 ഇയർ റിട്ടേണും 5 ഇയർ റിട്ടേൺ നോക്കാം. അപ്പോൾ കൺസിസ്റ്റൻസി മനസ്സിലാക്കാൻ പറ്റും. ഇനി 1 ഇയർ റിട്ടേൺ ഏറ്റവും കൂടുതലാണെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്യാനേ പാടില്ല. ഇപ്പൊ ചിലവരോട് ഈ ലാസ്റ്റ് 1 ഇയർ 26% കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു അല്ലെങ്കിൽ 100% ലാസ്റ്റ് കിട്ടിയത് ദാറ്റ്സ് എ റെഡ് ഫ്ലാഗ്. യു ഷുഡ് ഇൻവെസ്റ്റ്. കാരണം ചില അടുത്ത വർഷം 100% കിട്ടുന്നുള്ളത് ഓൾമോസ്റ്റ് ഷുവർ ആയി കിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ആബ്സല്യൂട്ട് റിട്ടേൺസും CAGR-ഉം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് CAGR ആണ് പ്രൈമറിലി, ആൻഡ് ഓവർ എ പീരിയഡ് ഓഫ് 3 to 5 years ഫോർ കൺസിസ്റ്റൻസി. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ദി ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് കൺസിസ്റ്റൻസി. അപ്പോൾ നമ്മൾ എപ്പോഴും അല്ലെങ്കിൽ ഇനി എനിക്ക് വേറെ വിധത്തിൽ ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ ഒരു സാധനം ഒരു 10 വർഷത്തിൽ അല്ലെങ്കിൽ 10 വർഷത്തിൽ ആവറേജ് റിട്ടേൺ എത്ര തന്നിട്ടുണ്ട്? ഒരു 15% ആയിരിക്കും. അപ്പോൾ ലാസ്റ്റ് വർഷം ഒരു 36% തന്നിട്ടുണ്ടെങ്കിൽ അപ്പം അറിയാം ഇനി ആ മീനിലേക്ക് വരണം എന്നുള്ളത്. അത് വന്നു കഴിഞ്ഞാലേ ഇത് പിന്നെയും ആവുള്ളൂ. അപ്പോൾ അതിനർത്ഥം 5 വർഷത്തേക്ക് ആണെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. കാരണം
നമുക്ക് 10 വർഷം 15% തന്നേക്കണ അസറ്റ് ഇനിയും 5 വർഷം 15% തരാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ അടുത്ത വർഷം ഇനി 36 പ്രതീക്ഷിക്കുന്ന പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇത്തിരി ഡിഫിക്കൽട്ടാണ്. നിഖിൽ, ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ മാർക്കറ്റ്സ് വോളറ്റൈൽ ആണ്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് മ്യൂച്വൽ ഫണ്ട്സിൽ ഒട്ടും തന്നെ റിട്ടേൺസ് ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു കോൺവെർസേഷൻ കൂടി നടക്കുന്നുണ്ട്. How do you see that? ഇപ്പം മ്യൂച്വൽ ഫണ്ട്സിൽ I know you dabble in mutual funds, but having said that, കഴിഞ്ഞ 2-3 വർഷം പൈസ സ്റ്റാഗ്നൻ്റ് ആയിട്ട് കിടക്കുകയാണ്. And that is a big concern for people who put in their hard-earned money into mutual funds. അല്ല, ഇത് ശരിക്കും മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഉയർച്ചയും താഴ്ചയും ഇത് മ്യൂച്വൽ ഫണ്ട് ഒരു ഫീച്ചറാണ്. ഓക്കെ, അത് മ്യൂച്വൽ ഫണ്ട് സ്വഭാവം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു സ്വഭാവമാണ്. അപ്പോൾ അതിൽ ഒന്ന് ചെയ്യാവുന്ന കാര്യം വെച്ചാൽ മ്യൂച്വൽ ഫണ്ടിൽ അസറ്റ് ലൊക്കേഷൻ കൃത്യമായിട്ട് വയ്ക്കുക. അതിൽ ഗോൾഡിൻ്റെ സാന്നിധ്യമോ അല്ലെങ്കിൽ ഒരു ഡെറ്റിൻ്റെ സാന്നിധ്യമോ അത് ചെയ്തു വെച്ചിരുന്നെങ്കിൽ ഇത്രയും ഒരു താഴ്ചയിൽ എഫക്റ്റ് സംഭവിക്കില്ലായിരുന്നു. കാരണം ഇപ്പോൾ മൾട്ടി അസറ്റ് പോലത്തെ മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ മൾട്ടി അസറ്റ് എന്ന് വെച്ചാൽ അതിൽ ഗോൾഡും സിൽവറും ഡെറ്റും ഇക്വിറ്റിയും കൂടി ഉള്ള കോമ്പിനേഷനാണ്. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ പ്ലെയിനായിട്ട് ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും ഫണ്ട് കൂടി നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടാവണമായിരുന്നു, അല്ലെങ്കിൽ ഡെറ്റിൻ്റെത് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ഇത് കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ 2024 സെപ്റ്റംബർ കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ ആക്ച്വൽ റിട്ടേൺ നമുക്ക് കിട്ടിയേക്കണത് ഏകദേശം ഒരു നെഗറ്റീവ് റിട്ടേൺ. അപ്പോൾ കഴിഞ്ഞ വർഷമാണെങ്കിൽ കഴിഞ്ഞ വർഷം -9% നിഫ്റ്റി ലെവലിൽ റിട്ടേൺ ഉള്ളത്. അപ്പോൾ ദാറ്റ് ഈസ് എ നോർമൽ തിങ്. അത് ഇക്വിറ്റി മാർക്കറ്റിൽ ഇറ്റ്സ് വെരി നോർമൽ. ഇങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് ഇക്വിറ്റി മാർക്കറ്റ് ഇതിൽ പറഞ്ഞതിൽ. അപ്പോൾ ഇതിൽ ഫിക്സഡ് റിട്ടേൺ കിട്ടുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ വെരി സിമ്പിൾ, പുട്ട് ദ മണി ഇൻ FD, ദാറ്റ്സ് ഓൾ. ഇഫ് യു വാണ്ട് റിട്ടേൺ മോർ ദാൻ FD യു നീഡ് ടു ടേക്ക് എ റിസ്ക് ഇക്വിറ്റി മാർക്കറ്റിൽ. അപ്പം ഒരു 2020 കഴിഞ്ഞ് കോവിഡ് പീരീഡ് കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ വി ഗോട്ട് എ റിയലി ഗുഡ് റാലി. അപ്പോൾ നമ്മുടെ എല്ലാവരും എക്സ്പെക്ടേഷൻ എന്ന് വെച്ചാൽ ഒരു 30% മുകളിലേക്ക് കിട്ടുക. അപ്പോൾ അന്നൊക്കെ ആണെങ്കിൽ എസ്പെഷ്യലി ലോട്ട് ഓഫ് പീപ്പിൾ പുട്ട് മണി ഇൻ സ്മോൾ ക്യാപ്പ് ചെറിയ കമ്പനികളിൽ, മീഡിയം ടൈപ്പ് കമ്പനികളിൽ. അതാണ് കൂടുതൽ ലൊക്കേഷൻ. അതിലൊക്കെ ശരിക്കും 36% തന്നിട്ടുണ്ട് റിട്ടേൺ. സോ എവരി വൺ ഗുഡ് എൻ്റെ ഫ്രണ്ടിന് അത്രയും കിട്ടി, അപ്പോൾ എനിക്കും കിട്ടണം. സോ നോ വൺ വാണ്ടഡ് ടു മിസ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. സോ എവരി വൺ കെയിം ഇൻ. ആ സമയത്താണ് 2024 തുടങ്ങിയിട്ട് മാർക്കറ്റ് ഇത്തിരി ഡിപ്പായി തുടങ്ങിയിട്ടിരിക്കുന്നത്. ആ ടൈമിൽ ട്രംപ് വന്നു, താരിഫ് വന്നു, റഷ്യ ഉക്രൈൻ ക്രൈസിസ് വന്നു, ഇപ്പോൾ ഈ ക്രൈസിസ് വന്നു, ഈ വാർ വന്നു. അപ്പോൾ ഇതെല്ലാവരും ഈ ഒരു അനിശ്ചിതത്വത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സമയത്ത് മാർക്കറ്റിന് ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ഒത്തിരി ഫോറിൻ മണി ഇസ് ഗോയിങ് ഔട്ട്. അപ്പോൾ ഇതെല്ലാവരും, പക്ഷേ ദ പോസിറ്റീവ് തിങ് ഇസ് ദാറ്റ് നൗ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു കഴിവാണ് ഇപ്പോൾ കാണിക്കുന്നത്. കാരണം വെച്ചാൽ ഇത്രയും പൈസ പുറത്ത് പോയിട്ടും പണ്ടൊക്കെ ആണെങ്കിൽ ഇത് മതി മാർക്കറ്റ് തകർന്നു പോകാനായിട്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇവിടുന്ന് പോയി. പക്ഷേ ഇന്ത്യയിലത്തെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് പോലത്തെ ആൾക്കാർ, ഇന്ത്യയിലത്തെ റീറ്റെയിലേഴ്സ്, ഇവർ കൂടുതൽ പൈസ ഇടുന്നതിൻ്റെ പേരിൽ ഇപ്പോൾ ഇവൻ മന്ത്ലി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണത് തന്നെ ഒരു മാസം 30,000 കോടി അടുത്ത് പുതിയ ഇൻവെസ്റ്റേഴ്സ് പൈസ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ താഴെ പോകുമ്പോഴും ഇവർ അബ്സോർബ് ചെയ്യണം ഈ ഷോക്ക്. അപ്പോൾ അതൊരു പോസിറ്റീവാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ മാർക്കറ്റിൽ ഈ ഒരു താഴേക്ക് പോകുന്നത് ഇറ്റ്സ് ആക്ച്വലി ഗുഡ്. കാരണം നമുക്കൊരു, അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ നമ്മുടെ ആവശ്യം എന്താണ്. എനിക്ക് അടുത്ത വർഷത്തേക്ക് പൈസ വേണമെങ്കിൽ ഒരിക്കലും ഇക്വിറ്റി മാർക്കറ്റിൽ പൈസ കൊണ്ടിടരുത്. പക്ഷേ എനിക്കൊരു 5 വർഷത്തേക്കാണ് പൈസ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു ഡൗൺ ഫേസിൽ ഞാൻ ആവറേജ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം പണ്ട് ഞാൻ 100 രൂപയ്ക്ക് വാങ്ങിയത് ഇപ്പം 9 രൂപ കുറഞ്ഞിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ 100 രൂപ എത്തിക്കഴിഞ്ഞാലും പണ്ടത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ വാങ്ങിയില്ലെങ്കിൽ നമ്മളിപ്പോൾ ആ നോ ഡോസിൽ എത്തിയുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ മൈനസിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പേരിൽ ആ മൈനസിനെ നമുക്ക് പോസിറ്റീവ് ആക്കി എടുക്കാൻ കുറച്ചും കൂടി ഫാസ്റ്റിൽ പറ്റും. പലപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ താഴെ പോകുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണവരാണ് ശരിക്കും പൈസ ഉണ്ടാക്കുന്നത്. പലപ്പോഴും മുകളിൽ കയറി നിൽക്കുമ്പോഴാണ് എല്ലാവർക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം. പക്ഷേ അപ്പോൾ ഇതൊരു ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ഗുഡ് ഫേസ് ഈ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. പക്ഷേ ഈ സമയത്ത് വാങ്ങുമ്പോൾ എല്ലാം കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. നല്ല ക്വാളിറ്റിയുള്ള സ്റ്റോക്സും അല്ലെങ്കിൽ ബ്രാൻഡ്സ് മ്യൂച്വൽ ഫണ്ടിൽ അങ്ങനത്തെ അത് നമ്മൾ നോക്കിയിട്ട് വേണം. ഈ ടൈമിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഞങ്ങളുടെയൊക്കെ ജോലി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സമയത്ത് പറഞ്ഞാൽ ഞങ്ങൾക്ക് ജോലിയുള്ളൂ. ഇപ്പോൾ മാർക്കറ്റ് എപ്പോഴും കയറി പോകുമ്പോൾ എല്ലാവരും ഫണ്ട് മാനേജേഴ്സോ. അപ്പോൾ ഈ സമയത്ത് മാത്രമേ ഉള്ളൂ ശരിക്കും ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്തിട്ട് അഡ്വൈസ് എടുത്തിട്ട് അസറ്റ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു ടൈം. സോ ദിസ് എ വെരി നോർമൽ തിങ്. നമ്മൾ എപ്പോഴും ഒരു കണ്ടിന്യൂസ്, ഇപ്പോൾ പലരും പറയാറുണ്ട് FD റിട്ടേൺ പോലും കിട്ടുന്നില്ല. സോ ഇതൊരു ആപ്പിൾ ടു ഓറഞ്ച് കമ്പാരിസൺ അല്ല, രണ്ടും ടോട്ടലി ഡിഫറെൻറ്റ് ആനിമൽസാണ്. അപ്പോൾ നമുക്ക് കൺസിസ്റ്റൻസി ആണ് വേണമെങ്കിൽ ഡെഫിനറ്റ്ലി FD ഈസ് എ റൈറ്റ് ഓപ്ഷൻ. ഇനി പലപ്പോഴും ആളുകൾ വിചാരിക്കുന്ന കാര്യം വെച്ചാൽ മാർക്കറ്റ് തിരിച്ചു വരാമെന്നുള്ളത്. അപ്പോഴേക്കും മാർക്കറ്റ് 20% കയറിയിട്ടുണ്ടാവും. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്കിപ്പോൾ -9% കിട്ടുന്നതിന്
നമ്മൾ പ്ലസ് 29% നമ്മൾ എൻട്രി ചെയ്യണം. സോ വി ആർ ലൂസിങ് ദ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഒരു അമിതമായിട്ട് എന്താ പറയുക, എല്ലാ പൈസയും കടമെടുത്ത് ഒരിക്കലും അല്ല, അത് നോക്കിയിട്ട് നമുക്കൊരു ബഫറുള്ള ഒരു ലോങ് ടൈം ഗോളുകൾക്ക്, റിട്ടയർമെൻറ്റ് ഗോളുകൾക്ക് കണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് റൈറ്റ് ടൈം. ആൻഡ് സ്ത്രീകൾക്ക് ഇപ്പം പ്രത്യേകിച്ച് ഇപ്പം വർക്കിംഗ് വിമനാണ്, അവർ കരിയർ വലിയ തോതിൽ പൈസയൊന്നുമില്ല, എന്നാലും അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അവരുടെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യണം. വാട്ട് ഇസ് ദാറ്റ് യു വുഡ് ടെൽ ദം? ബേസിക്സ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനാണ് പറയുക? അല്ല, ബേസിക്കലി ഒന്ന് കാര്യം വെച്ചാൽ അവർ പൈസ സ്വന്തം മാനേജ് ചെയ്യാൻ തുടങ്ങാന്ന് പറയുന്നത് ഫസ്റ്റത്തെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ അവർക്ക് ഒരു ക്ലിയർ ഐഡിയ വേണം, ഒരു എത്ര രൂപ അദ്ദേഹത്തിന് മാസം ചിലവുണ്ടെന്നുള്ളത്. അപ്പോൾ അത് ഡിഫൈൻഡ് ആയി കഴിഞ്ഞാൽ അതിനുള്ളൊരു 6 മാസത്തേക്കുള്ള പൈസയെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിൽ തന്നെ ഡെറ്റ് ഫണ്ട് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ഇട്ട് വയ്ക്കുക. എപ്പോൾ വേണമെങ്കിലും എടുക്കാനുള്ള സ്വാതന്ത്ര്യം. ഇനി അടുത്ത മാസം നമുക്ക് വരുമാനം വന്നില്ലെങ്കിലും അടുത്ത 6 മാസത്തേക്ക്, ഇനി അടുത്ത 6 മാസത്തേക്ക് വരുമാനം ഒന്നും വന്നില്ലെങ്കിലും നമുക്ക് ടെൻഷൻ അടിക്കരുത്. ഇതിനർത്ഥം ജീവിക്കാൻ പറ്റും എന്ന് വെച്ചാൽ അടുത്ത 6 മാസത്തിൽ എനിക്ക് ജോലി കിട്ടിയിട്ട് ജീവിക്കാൻ പറ്റണം. അപ്പോൾ ഒരു ബ്രേക്ക് എടുക്കണമെങ്കിലും യു ഡോണ്ട് ഹാവ് ടു വറി. ഇനി അടുത്ത ഒപ്പം തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടാക്കുക, അല്ലാതെ ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസിൽ ഭാഗമായിരിക്കുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ വിൽ ബി ടേക്കൻ കെയർ. ഇനി ഡിപ്പെൻഡൻസ് ഉണ്ടെങ്കിൽ ടൈം ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുക. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ബൾക്ക് പൈസ കിട്ടണം, അല്ലെങ്കിൽ അത്രയും അടുത്ത നമ്മുടെ ഡിപ്പെൻഡൻസിന് ജീവിക്കാനുള്ള പൈസ ഒരു കൂട്ടി വെച്ചിട്ടുണ്ടാവണം. ഇല്ലെങ്കിൽ യു ഷുഡ് ഹാവ് എ ടൈം ഇൻഷുറൻസ്. അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് പേ ഇൻകം ടാക്സ്, യു ഷുഡ് ഹാവ് എ ജോബ്. അങ്ങനെ മാത്രമേ ടൈം ഇൻഷുറൻസ് കിട്ടത്തുള്ളൂ. ബാക്കി ഇൻഷുറൻസ് ഒന്നും വേണ്ട. ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള പൈസയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യു ഷുഡ് ഇൻവെസ്റ്റ്. ഇനി നമ്മൾ നോക്കണം, ഇമ്മീഡിയറ്റ് ആയിട്ട് ഇനി ഒരു വർഷത്തേക്കോ 2 വർഷത്തേക്കോ വല്ല പൈസ ആവശ്യം വേണമെന്നുണ്ടെങ്കിൽ ആ പൈസയും ഇങ്ങനത്തെ എപ്പോഴും എടുക്കാൻ പറ്റുന്ന ഡെറ്റ് ഫണ്ടിലാണ് വയ്ക്കേണ്ടത്. ഇനി നമുക്ക് എപ്പോഴും അറിയാൻ പറ്റും, ഇപ്പം നമ്മളിപ്പോൾ ഒരു 40 വയസ്സുള്ള ആളാണ്, അപ്പോൾ നമുക്കൊരു 55 വയസ്സിൽ റിട്ടയർമെൻറ്റ് എടുക്കണം. അപ്പോൾ ഇനി 55 വയസ്സിൽ റിട്ടയർമെൻറ്റ് എടുത്തു കഴിഞ്ഞാലും സ്ത്രീകളാണെങ്കിൽ ഒന്നും കൂടി കരുതണം. കാരണം വെച്ചാൽ അവരുടെ ആവറേജ് ലൈഫ് എന്ന് വെച്ചാൽ 72ആണ്. 72 ഉള്ളൂ. അല്ല, അതിലൊരു ഡേഞ്ചറുണ്ട്. കാരണം വെച്ചാൽ ഇപ്പം നമ്മൾ കാണാറുണ്ട് ചില ആൾക്കാരൊക്കെ 40 വയസ്സിൽ മരിക്കണം എന്നുള്ളത്. അപ്പോൾ ഒരാൾ 40 വയസ്സിൽ മരിക്കണമെന്നുണ്ടെങ്കിൽ 76 ആണെങ്കിൽ മറ്റേ ആൾ 100 വയസ്സ് വരെ ജീവിക്കണം. ഒരാൾ അങ്ങനെയാണെങ്കിൽ ആവറേജ് 76 നിൽക്കുമല്ലോ. അപ്പോൾ 80 വയസ്സ് വരെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ പറഞ്ഞ 100 വയസ്സ് വരെ കണക്കാക്കിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യാം. 55ാമത്തെ വയസ്സിൽ നമ്മൾ റിട്ടയർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം എടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ നമുക്ക് 100 വയസ്സ് വരെ ജീവിച്ചിരുന്നാലും വി ഷുഡ് ഹാവ് എ ഗുഡ് മണി. അപ്പോൾ അത് കണക്കാക്കിയിട്ട് നമുക്കൊരു ഐഡിയ വേണം, എത്ര രൂപേൻ്റെ അടുത്ത് കോർപ്പസ് വേണം. അത് ബിൽഡ് ചെയ്യാനായിട്ട് ഇപ്പോഴേ ചെറിയ പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. നിഖിൽ, അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ഈ നിഫ്റ്റി, BSE, സെൻസെക്സ്, NSE എന്നൊക്കെ ഇങ്ങനെ കേൾക്കാറുണ്ട്. ഐ നോ ഇറ്റ് ഈസ് വെരി ക്ലോസ്ലി ലിങ്ക് ടു ദിസ് സ്റ്റോക്ക് മാർക്കറ്റ്, പക്ഷേ എക്സാക്ട്ലി വാട്ട് ഇസ് ദ റിലേഷൻഷിപ്പ്? അപ്പോൾ ഇതിൽ ഡെഫിനറ്റ്ലി സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഏഷ്യയിലത്തെ ഏറ്റവും ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. NSE എന്ന് പറഞ്ഞാൽ പുതിയ കൊല്ലം 90s ആണ് വന്നത്. അപ്പോൾ ഇത് കുറച്ചും കൂടി ഇലക്ട്രോണിക്കലാണ് ഇതായത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ മാർക്കറ്റ്. ഇതിൻ്റെ പേര് തന്നെ സ്റ്റോക്ക് മാർക്കറ്റ്, സ്റ്റോക്കിൻ്റെ മാർക്കറ്റ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇപ്പോൾ 2 വ്യക്തികൾ ഇപ്പോൾ നമ്മൾ 2 പേരും ഒരു കമ്പനി തുടങ്ങി. എന്നിട്ട് ഈ കമ്പനി ഈസ് ഡൂയിങ് റിയലി വെൽ. അപ്പോൾ നമ്മൾ 2 പേരും തുടങ്ങിയത് ഒരു ജ്യൂസ് കടയാണ്. അപ്പോൾ ആ ജ്യൂസ് കട വളരെ നന്നായിട്ട് പോകുന്നു. അപ്പോൾ വി നീഡ് ടു എക്സ്പാൻഡ് ഇറ്റ്. അപ്പോൾ അതിന് വി നീഡ് ടു ഗെറ്റ് മോർ മണി. അപ്പോൾ നമ്മൾ ഇവരെ ആരെങ്കിലും പറയും പാർട്ട്ണർ ആവുമെന്ന് പറയും. അപ്പോൾ നമ്മൾ 2 പേരുടെ ചിലപ്പോൾ 50,000 1 ലക്ഷം രൂപ മൊത്തം ക്യാപിറ്റൽ. പക്ഷേ ഇത് ബിക്കം സോ ഫേമസ് ഇൻ കൊച്ചി. ആ ടൈമിൽ നമ്മൾ അവരെ 50,000 കൂടി കൂട്ടി കഴിഞ്ഞാൽ ഈക്വൽ പാർട്ട്ണർ ആക്കുമോ? കാരണം എന്താണ്? ബിക്കോസ് ദാറ്റ് കമ്പനി ഹാസ് ഗ്രോൺ. അതിൻ്റെ വിസിബിലിറ്റി കൂടി, ഗുഡ് വില്ല് കൂടി, അതിൻ്റെ റിസർവ് പൈസ കൂടി, കസ്റ്റമർ ബേസ് കൂടി. അപ്പോൾ ഇവർ തന്നെ പറഞ്ഞു, ഇവർക്ക് തന്നെ തോന്നി ഞാനൊരു 5 ലക്ഷം രൂപ, ക്യാൻ യു മേക്ക് മി എ ഈക്വൽ പാർട്ട്ണർ? അപ്പോൾ 10 ടൈംസാണ് ക്യാപിറ്റൽ കൂടിയത്. പക്ഷേ ദെൻ ഒരു പേഴ്സൺ 5 ലാഖ് കിട്ടി, 15 ലക്ഷം. അപ്പോൾ നമ്മൾ വാല്യുവേഷൻ എടുത്തേക്കുന്നത് 15 മൊത്തത്തിൽ 15. എന്നിട്ട് 5 ലക്ഷം ഇട്ട് പിന്നെ എക്സ്പാൻഡ് ചെയ്യും. അപ്പം നമുക്ക് എല്ലാവർക്കും ഈക്വൽ ഷെയറാണ്. പിന്നെയും ഓൾ കേരളയിലേക്ക് എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് വി നീഡ് മേ ബി നമ്മൾ വിചാരിക്കണമെന്ന് വെച്ചാൽ ഒരു 5 കോടി വേണം എക്സ്പാൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് ഇതിന് അല്ലെങ്കിൽ 20 കോടി വേണം. അതിൽ നമ്മൾ പറയണമെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും ക്യാപിറ്റൽ 5 കോടി നമ്മുടെ ഇതിരിക്കുന്നത്. 5 കോടിയും കൂടി എക്സ്ട്രാ വേണം. അപ്പോൾ 5 കോടിക്കുള്ള പുറത്തുനിന്ന് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് 5 കോടി ഒരാളിൽ പുറത്ത് ചിലപ്പോൾ വാങ്ങാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരൊന്നും വേണം.
അപ്പോൾ അങ്ങനെയും എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും 5 കോടിക്കല്ല കുറച്ചുകൂടി വലിയ പൈസ വേണം. ഇതിന് നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെബിന നമ്മുടെ റെഗുലേറ്റർ ഉണ്ട്, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഇപ്പോൾ RBI പോലെ RBI ബാങ്കിൻ്റെ ഇതിൻ്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെത് സെബിയാണ്. അപ്പോൾ അവരെ സമീപിച്ചിട്ട് പറയാം, എനിക്ക് എൻ്റെ കമ്പനീനെ ലിസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, എനിക്ക് ചെറിയ ചെറിയ ഷെയർ ആയിട്ട് കൊടുക്കുക, എനിക്ക് ഇത്രയൊക്കെയാണ് പ്രോഫിറ്റ്. അപ്പോൾ അവർ നോക്കും 3 കൊല്ലത്തെ പ്രോഫിറ്റൊക്കെ നോക്കുമ്പോൾ അടിപൊളി, അപ്പോൾ യു ആർ ഗുഡ് ഫോർ ദാറ്റ്, നമ്മൾ വെരി നല്ല ആൾക്കാരാണ് എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ട് അത് ലിസ്റ്റ് ചെയ്യാനായിട്ട് അവർ സമ്മതിക്കും. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ 5 കോടി പൈസ മൊത്തം ഉള്ളത് 10 രൂപ ഷെയർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ആൾക്കാർക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. ഈ പറയുന്ന പരിപാടിയാണ് IPO എന്ന് പറഞ്ഞത്, ഇനീഷ്യൽ പബ്ലിക് ഓഫർ. അപ്പോൾ ഈ സാധനം പൈസ നമ്മളൊരു ഭയങ്കര ഫേമസ് ആയി ആ ടൈമിൽ. അപ്പോൾ ഈ 10 രൂപയ്ക്ക് ഇറക്കുന്ന സാധനമാണെങ്കിലും ആൾക്കാർ കുറേ പേര് വാങ്ങാൻ റെഡിയാണ്. ഇപ്പം നമ്മുടെ രണ്ടുപേരും ഇറക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ആരും വാങ്ങാൻ പോകുള്ളൂ, പക്ഷേ ലുലു ആണ് ഇറക്കണമെന്നുണ്ടെങ്കിൽ ആൾക്കാർ വാങ്ങാൻ റെഡിയാണ്, കാരണം ലുലു ഇസ് എ ബിഗ് ബ്രാൻഡ്. അതേമാതിരി ഈ കമ്പനി അത്ര വലിയ കമ്പനി ആവുകയാണെങ്കിൽ ദർ ആർ പീപ്പിൾ റെഡി ടു ബൈ ദാറ്റ്, അല്ലേ? അപ്പോൾ ആ സമയത്ത് ഈ IPO കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഷെയർ ആൾക്കാർക്ക് എപ്പോഴും വാങ്ങാനും വിൽക്കാനും പറ്റണം. അതിന് വേണ്ടി ഒരു മാർക്കറ്റ് പ്ലേസ് വേണം, അതാണ് സ്റ്റോക്ക് മാർക്കറ്റ്. സോ ബേസിക്കലി ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവമൊന്നും അല്ല. പക്ഷെ അപ്പൊ 2 സ്റ്റോക്ക് മാർക്കറ്റിന്റെ ആവശ്യം എന്താ? അല്ല, അത് പല സ്റ്റോക്ക് ഇപ്പൊ അമേരിക്കയിലൊക്കെ കുറേ ഉണ്ട്. അപ്പൊ പല തരത്തിലുള്ള കമ്പനി BSEയിലും NSEയിലും ഒരേ കമ്പനീസ് ലിസ്റ്റഡ് ആയിരിക്കും. അത് കമ്പനിയുടെ ചോയ്സാണ് എവിടെയൊക്കെ ലിസ്റ്റ് ചെയ്യണം എന്നുള്ളത്. ചിലർ രണ്ടിടത്ത് ലിസ്റ്റ് ചെയ്യും, ചിലടത്ത് ഒരു BSEയിൽ മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളുണ്ട്, NSEയിൽ മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനിയുണ്ട്. അത് ഓരോരുത്തർ ആ കമ്പനിയുടെ ചോയ്സാണ്. കാരണം അപ്പോൾ കമ്പനിയുടെ ആവശ്യം വെച്ചാൽ എവിടെയൊക്കെ അവരുടെ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ വേണം എന്നുള്ളതാണ് കമ്പനിയുടെ ചോയ്സ്. ഷെയർസ് എവിടെ സെല് ചെയ്യണം, ബൈ ചെയ്യണം എന്നുള്ള, ഏത് ഷോപ്പിൽ സെല് ചെയ്യണം എന്നുള്ള തീരുമാനിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ചിലയിടത്ത് ഇപ്പോൾ BSEയിലും NSEയിലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ BSEയിലത്തെ ഷെയർ NSEയിൽ വിൽക്കാൻ, NSEയിലെ ഷെയർ BSE, അതൊക്കെ ഇപ്പോൾ പറ്റും. അപ്പോൾ ഈ NSE നിഫ്റ്റി BSE 30 എന്ന് പറയുന്നത് എന്താ? അതെ, അപ്പോൾ ഇതിന്റെ നമ്മളിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ടല്ലോ, മനസ്സിലായി, സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതേമാതിരി NSEയിലൊക്കെ ആണെങ്കിൽ 2000 പല സ്റ്റോക്കുകൾ ഇങ്ങനെ ലിസ്റ്റ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ എല്ലാ കൊല്ലം 250ഓളം കമ്പനികൾ ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഇവൻ ഗവൺമെന്റിന്റെ ഒരു ഉദ്ദേശമാണ് കമ്പനികളെ ലിസ്റ്റ് ചെയ്യിപ്പിക്കണം. എനിക്ക് NSEക്കൊക്കെ ഏകദേശം ഒരു 250 കമ്പനിയെങ്കിലും ലിസ്റ്റ് ചെയ്യിപ്പിക്കണം എന്നുള്ള രീതിയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കമ്പനികൾ പുതിയതായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ നമ്മുടെ ഇവിടെ തന്നെ എത്രയോ ലോക്കൽ കമ്പനികളുണ്ട്. ഇതെല്ലാം വൺ ഡേ ദേ മേ ലിസ്റ്റ് ഇറ്റ്. ഇപ്പോൾ നമ്മൾ V-Guard ലിസ്റ്റ് ചെയ്ത് കണ്ടു, ഇനി അവരുടെ വണ്ടർല ലിസ്റ്റ് ചെയ്ത് കണ്ടു, ഇനി V-Guardന്റെ റിയാലിറ്റീസ് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നു. ഇനി ചിലപ്പോൾ V-Star ഭാവിയിൽ ചിലപ്പോൾ ലിസ്റ്റ് ആവാം. അപ്പോൾ ഇനി സിന്തൈറ്റ് പോലത്തെ കമ്പനികൾ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നു. അതൊക്കെ ആവാം. ജോയ് ആലുക്ക പോലത്തെ കമ്പനികൾ ഇനി ലിസ്റ്റ് ആവാം. ഇതൊക്കെ ഈ ലിസ്റ്റ് ആവണതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ? നമ്മൾ പൈസ കിട്ടൽ മാത്രമല്ല, നമ്മൾ ശരിക്കും ലിസ്റ്റ് ആക്കുന്നത് കുറേ പൈസ റേസ് ചെയ്യണം. ലിസ്റ്റ് ആക്കാന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി. കാരണം ഞാൻ പബ്ലിക്കിൽ നിന്ന് പൈസ വാങ്ങല്ലേ. ഇപ്പോൾ ഇത്രയും നാള് ഇപ്പോൾ 2 പേര് കൂടിയുള്ള കമ്പനിയാണെങ്കിൽ അതിന് ലാഭനഷ്ടങ്ങൾ 2 പേര് മാത്രം ഉത്തരവാദിത്തം. പക്ഷേ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഇൻവെസ്റ്റേഴ്സ് വരെയാണ്. പിന്നെ എല്ലാ ക്വാർട്ടറിലും ഇവർക്ക് നമ്മുടെ ബാലൻസ് ഷീറ്റൊക്കെ പബ്ലിഷ് ചെയ്യണം. ഇനി ഞാൻ എൻ്റെ കമ്പനിയിൽ ഒരു കാർ വാങ്ങിക്കഴിഞ്ഞാൽ പോലും അത് പബ്ലിക്കിൻ്റെ പണിയാണ്, എൻ്റെ പൈസ അല്ല. ഇപ്പോൾ V-Guardൽ നിന്ന് പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആവണേക്കാളും മുന്നേ ഇപ്പോൾ കൊച്ചി സാർ വിചാരിക്കണം എനിക്കൊരു 100 കോടി എടുത്തിട്ട് എനിക്ക് വണ്ടർല തുടങ്ങണം. ഹി ക്യാൻ ഡു ഇറ്റ് ബിക്കോസ് ഹി ഡോണ്ട് ഹാവ് ടു ടേക്ക് ദ പെർമിഷൻ ഫ്രം എനിവൺ. പക്ഷേ ഇന്ന് പറയാണ് എനിക്ക് ഒരു മാൾ തുടങ്ങണം, അതിന് വേണ്ടി വണ്ടർലയിൽ നിന്ന് അല്ലെങ്കിൽ V-Guardൽ നിന്ന് ഒരു 100 കോടി എടുത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഹി മേ നോട്ട് ഏബിൾ ടു ഡു ഇറ്റ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഷെയർ വേണമെങ്കിൽ വിറ്റിട്ട് ചെയ്യാം, ദാറ്റ് ഈസ് എ ഡിഫറെന്റ് ഇഷ്യൂ. അതിൽ നിന്ന് കുറച്ച് പൈസ മാറ്റി ചെയ്യണം എന്ന് പറഞ്ഞാൽ ഹി ഡോണ്ട് ഹാവ് ദ റൈറ്റ്. ഇപ്പൊ എല്ലാ ഷെയർ ഹോൾഡേഴ്സ് അംഗീകരിച്ചില്ലെങ്കിൽ പറ്റില്ല. അതുകൊണ്ടായിരിക്കും പല വലിയ കമ്പനീസും ലിസ്റ്റ് ആവാതെ പോകുന്നത്. അതെ, ബിക്കോസ് ആ ഒരു ഓട്ടോണമി പോകും. പക്ഷേ ഇതിന്റെ ഒരു ഡേഞ്ചർ ഉണ്ട്. ലിസ്റ്റ് ചെയ്താലുള്ള ഗുണം വെച്ചാൽ ആ കമ്പനി പിന്നെ എന്നേക്കും നിലനിന്ന് തുടങ്ങി. കാരണം ഒന്നും ഉത്തരവാദിത്തോടെ റൺ ചെയ്യാൻ പറ്റുള്ളൂ. മാൾ പ്രാക്ടീസ് ഒന്നും പാടില്ല. ഇപ്പൊ നമ്മൾ പറയുന്നത് ഇന്ന് എനിക്ക് ഒരു സുഖമില്ല ഓഫീസിൽ പോകാനായിട്ട്, പോകണ്ടെന്ന് വെച്ചാൽ ഐ കാൻ ഡു ഇറ്റ് ബിക്കോസ് ഐ ആം റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്. ഇനി അതല്ലെങ്കിൽ ഐ ഹാവ് ടു ഫിക്സ് എ CEO ടു റൺ ദാറ്റ് കമ്പനി. അപ്പോൾ അതിൻ്റെ പേരിലൊരു ഓർഡർ ഉണ്ടാവും, സിസ്റ്റം ഉണ്ടാവും, അത് റൺ ചെയ്യും. ഇനി ഇദ്ദേഹത്തിൻ്റെ അഭാവത്തിലും ദർ വിൽ ബി എ ബോർഡ് ഓഫ് ഡയറക്ടർ ടു റൺ ദ കമ്പനി ഫോർവേഡ്. ആ കമ്പനി എന്നേക്കും നിലനിൽക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ അത് ഭയങ്കര ഓർഗനൈസ്ഡ് ആവും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ ബെസ്റ്റ് എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ L&T എന്ന് പറഞ്ഞ കമ്പനി, ലാർസൻ & ടൂബ്രോ അല്ലെങ്കിൽ ITC, ഇതിൻ്റെയൊക്കെ പ്രൊമോട്ടേഴ്സ് ആരെന്ന് വെച്ചാൽ ആർക്കും അറിയില്ല. കാരണം ഇത് ലിസ്റ്റ് ചെയ്ത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഏഷ്യൻ പെയിൻ്റൊക്കെ നോക്കണമെങ്കിൽ നമുക്കറിയാം ഫാമിലി റണ്ണാണ്, അല്ലെങ്കിൽ റിലയൻസ് നോക്കണമെങ്കിൽ ഫാമിലി റണ്ണാണ്.
പക്ഷേ ഇത്തരം കമ്പനികളൊക്കെ ടാറ്റ ഗ്രൂപ്പ് ഈസ് എ ബെസ്റ്റ് എക്സാമ്പിൾ. എല്ലാവരും ലിസ്റ്റ് ചെയ്തേക്കുന്നതിൻ്റെ പേരിൽ ദർ ആർ പ്ലെൻറ്റി ഓഫ് പീപ്പിൾ ഹു റൺ ദാറ്റ്. അപ്പോൾ നമ്മൾ ബോധേടാണ് ആരാണ് ബ്രാൻഡ്, കാരണം ഇറ്റ്സ് പ്രൊഫഷണൽസ് റൺ ദാറ്റ് കമ്പനി. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എത്തുന്ന ഒരു അപ്പോൾ ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റ്. ഇതിനെല്ലാത്തിനും ടൈം ടു ടൈം നന്നായിട്ട് റൺ ചെയ്യണത് പ്രൊഫഷണൽസ് എങ്ങനെ റൺ ചെയ്യാതെ എല്ലാം നോക്കും. ഇനി ക്വസ്റ്റ്യൻ വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ പല കമ്പനികളുണ്ടല്ലോ ഇങ്ങനെ. അപ്പോൾ നമുക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പം ഡൂയിങ് വെൽ ഓർ നോട്ട്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഡൂയിങ് വെൽ ഓർ നോട്ട്. ഇതാണ് നമ്മൾ പത്രത്തിലൊക്കെ കണ്ട സ്റ്റോക്ക് മാർക്കറ്റ് കുതിക്കുന്നു താഴുന്നു. അതെന്തിനു വെച്ചിട്ട് പറയണമെന്ന് വെച്ചാൽ ഇവർ ഇപ്പോൾ നിഫ്റ്റി 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂചികയാണ്, ഇൻഡെക്സ്. അപ്പോൾ സൂചിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മൊത്തം പെർഫോമൻസ് മനസ്സിലാക്കാനായിട്ട് ഒരു സൂചിക ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ 50 കമ്പനികൾ എടുക്കും. എന്നിട്ട് ഈ 50 കമ്പനിയുടെ ആവറേജ് പെർഫോമൻസ് ആണ് നമ്മൾ പറഞ്ഞ സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോയി താഴേക്ക് പോയി എന്ന് പറഞ്ഞാൽ. ഈ മുഴുവൻ കമ്പനീസിന്റെ അല്ല, നിഫ്റ്റി 50 ആണെങ്കിൽ 50 കമ്പനിയുടെ മാത്രമാണ്. NSE എത്ര കമ്പനീസ് കാണും? ഇപ്പോൾ 2000-ഓളം കാണും. അപ്പൊ നിഫ്റ്റി 50 എന്ന് പറയുന്ന ഈ 50 വെച്ചാൽ അവർ ടോപ്പ് ആയിട്ടുള്ള 50 കമ്പനികൾ മാത്രം എടുത്തു വയ്ക്കും. അതേമാതിരി നിഫ്റ്റി 100 ഉണ്ട്, നിഫ്റ്റി 500 ഉണ്ട്, ഈവൻ സെക്ടറൽ സ്പെസിഫിക് ആയിട്ടുള്ള IT നിഫ്റ്റി ഉണ്ട്, ബാങ്ക് നിഫ്റ്റി ഉണ്ട്. അപ്പോൾ ആ ബാങ്കിങ് ഇൻഡസ്ട്രിയുടെ മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ. അപ്പോൾ അതിന് റിസ്ക് ഉണ്ട്, അതിൻ്റെ അകത്ത് ബാങ്കുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് നിഫ്റ്റി 50 is. All right, so that kind of gives you an idea of whether the market is doing well or not. ഇപ്പോൾ നമ്മൾ പറയില്ലേ സ്റ്റോക്ക് മാർക്കറ്റിൽ ആവറേജ് റിട്ടേൺ 15% കിട്ടിയെന്ന് പറയും. അപ്പോൾ നമുക്കിപ്പോൾ പറയണമെന്നുണ്ടെങ്കിൽ ഒരു 20 കൊല്ലമായിട്ട് മാർക്കറ്റിൽ ആവറേജ് ഒരു 15% കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും അറിയില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, പക്ഷേ എനിക്കൊന്നും അറിയില്ല. അങ്ങനെയാണെങ്കിൽ നിഫ്റ്റി ബീസ് എന്ന് പറഞ്ഞിട്ട് നിഫ്റ്റി ETF എന്ന് പറഞ്ഞിട്ട് കിട്ടും, അല്ലെങ്കിൽ നിഫ്റ്റി മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞ് കിട്ടും. അത് വാങ്ങി വെച്ചാൽ മതി. കാരണം എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ വിശ്വാസമുണ്ട്, ഇന്ത്യയിൽ വിശ്വാസമുണ്ട്. പക്ഷേ എല്ലാ കമ്പനികളും എങ്ങനെ ചൂസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല, ഏത് മ്യൂച്വൽ ഫണ്ട് ചൂസ് ചെയ്യണമെന്ന് അറിയില്ല, ഏത് ഫണ്ട് മാനേജർ എന്നറിയില്ല. പക്ഷേ ഈ 50 കമ്പനികൾ ഇപ്പം വലിപ്പം അനുസരിച്ചിട്ട് എക്സ്ചേഞ്ച് തന്നെ മാറ്റിലും ഇറക്കലും എല്ലാവരും ഉണ്ട്. അപ്പോൾ ആ 50 ടോപ്പ് ഇന്ത്യയിലത്തെ ടോപ്പ് കമ്പനികളിലേക്ക് എപ്പോഴും ഉണ്ടാവണം. അത് പീരിയോഡിക്കലി എക്സ്ചേഞ്ചിൻ്റെ നിയമം അനുസരിച്ചിട്ട് ഏത് കമ്പനി കയറണം, ഏത് കമ്പനി ഇറങ്ങണം, അതൊക്കെ അത് ചെയ്തോളൂ. അപ്പോൾ ഈ നിഫ്റ്റി 50, BSE 30, അതായത് സെൻസെക്സ് 30, ഇവരെല്ലാം കോൺസ്റ്റന്റ് കമ്പനീസ് ആണ്? അല്ല, ഇതെല്ലാവരും ഇതിൻ്റെ കമ്പനിയുടെ പെർഫോമൻസ് അനുസരിച്ചിട്ട് കമ്പനികൾ മാറിക്കൊണ്ട് ഇറങ്ങിക്കൊണ്ടിരിക്കും. അത് എല്ലാ വർഷവും മാറുമോ? എങ്ങനെ ഫ്രീക്വന്റ്ലി? I think every 3 months or something. Every 3 months അത് കമ്പനി they will do the evaluation. ആ കമ്പനി നല്ലതാണോ, ആ കമ്പനിയുടെ വലിപ്പം അനുസരിച്ചിട്ട്. ഇതിൻ്റെ എല്ലാത്തിനും ഒരു മാർക്കറ്റ് ക്യാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മാർക്കറ്റ് ക്യാപ്പ് എന്ന് വെച്ചാൽ ഒരു കമ്പനിയുടെ മൊത്തം വാല്യൂ എത്രയാണ്, അതിനാണ് മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഉദാഹരണം എന്ന് വെച്ചാൽ ഇപ്പോൾ റിലയൻസിൻ്റെ ഒരു ഷെയറിൻ്റെ വിലയുണ്ട്, അതേമാതിരി റിലയൻസിൻ്റെ എത്ര നമ്പർ ഓഫ് ഷെയർസ് ഉണ്ടെന്നുണ്ട്, അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താണ് റിലയൻസിൻ്റെ മൊത്തം വില കിട്ടുന്നത്. അതിനാണ് മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു കമ്പനിയുടെ മൊത്തത്തിലുള്ള വില എത്രയാണ്, അതാണ് മാർക്കറ്റ് ക്യാപ്പ്. അപ്പോൾ ഇന്ത്യയിലത്തെ ടോപ്പ് 50 കമ്പനികളാണ് ഈ നിഫ്റ്റി 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്ത്യയിലത്തെ ഏറ്റവും വലിപ്പമുള്ള, ഏറ്റവും വാല്യൂ ഉള്ള 50 കമ്പനി, ഹൈയസ്റ്റ് മാർക്കറ്റ് ക്യാപ്പ് ഉള്ള 50. ഇപ്പം BSE 50 അല്ലെങ്കിൽ BSE സെൻസെക്സ് എന്ന് വെച്ചാൽ അതിൽ 30 കമ്പനി എടുക്കുള്ളൂ ഇങ്ങനെ. എന്നിട്ട് അതിന്റെ വാല്യൂ ആണ് ഈ പറയുന്നത്. അപ്പം ഞാനൊരു സീക്രട്ട് ചോദിക്കട്ടെ. ഇപ്പം നിഖിലിന്റെ പോർട്ട്ഫോളിയോ നോക്കിക്കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ കാണും? അല്ല, ഞാൻ എപ്പോഴും നോക്കണ കാര്യം വെച്ചാൽ ഞാൻ ഈ വലിപ്പം അനുസരിച്ച് കൂടുതൽ ഞാൻ പ്രയോറിറ്റി കൊടുക്കാറ്. അപ്പോൾ അതിൽ എൻ്റെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഒന്ന് ലാർജ് ക്യാപ്പ്. ഇന്ത്യയിലത്തെ നമുക്ക് ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് എന്ന് തരംതിരിക്കാം വേണമെങ്കിൽ. അപ്പോൾ ലാർജ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലത്തെ ടോപ്പ് 100 കമ്പനീസ്. മിഡ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ 101 തുടങ്ങിയിട്ട് 101 തുടങ്ങിയിട്ട് 250 വരെ ഉള്ളത്. ഇനി സ്മോൾ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ 250 തുടങ്ങിയിട്ട് താഴെയുള്ളത്. ലാർജ് ക്യാപ്പ് എന്ന് വെച്ചാൽ ഒരു പരിധിവരെ വലിയ കമ്പനികൾ, സ്റ്റേബിൾ കമ്പനികൾ, അത് ഒരു ആന വലിപ്പമുള്ള സാധനം അടിക്കും. അപ്പോൾ അത് ഓടയാണെങ്കിൽ പതുക്കെ ഓടുള്ളൂ, എന്നാൽ വീഴാനുള്ള ചാൻസ് ഇത്തിരി കുറവാണ്, സ്റ്റേബിളാണ്. മിഡ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി റെസ്റ്റ്ലെസ് ആയിരിക്കും, ദേ ക്യാൻ റൺ ഫാസ്റ്റർ, പക്ഷേ വീഴാനുള്ള ചാൻസ് ഇത്തിരി കൂടുതലാണ്. അതിൽ മറ്റേ ലാർജ് ക്യാപ്പിനനുസരിച്ച് കൂടുതലാണ്, സ്മോൾ ക്യാപ്പിനനുസരിച്ച് കുറവാണ്. അപ്പോൾ മിഡ് ക്യാപ്പ് ലാർജ് ക്യാപ്പ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതേമാതിരി തന്നെ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ആവാനും നശിച്ചു പോകാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ പക്ഷേ റിട്ടേൺ പെർസ്പെക്റ്റീവിൽ ലാർജ് ക്യാപ്പിനെ കുറച്ച് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. ഇനി സ്മോൾ ക്യാപ്പിൻ്റെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാലും അതിലത്തെ നല്ല കമ്പനികൾ, ഈ സ്മോൾ ക്യാപ്പ് 250 താഴെയുള്ള കമ്പനികൾ 100 കമ്പനിയിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ചെറിയ കമ്പനികളൊക്കെ ആയിരിക്കും അത് പക്ഷേ നല്ലതായിട്ട് റൺ ചെയ്യണമെങ്കിൽ ഇറ്റ് ബിക്കം ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ് ആൻഡ് ലാർജ് ക്യാപ്പ്. അപ്പോൾ ഞാൻ എപ്പോഴും നോക്കുന്ന കാര്യം വെച്ചാൽ, എൻ്റെ പോർട്ട്ഫോളിയോയിൽ നോക്കണമെന്ന് വെച്ചാൽ, ഒന്ന് ലാർജ് ക്യാപ്പിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട് ഞാൻ
ഇൻവെസ്റ്റ് ചെയ്യും. പിന്നെ മിഡ് ക്യാപ്പിനും സ്മോൾ ക്യാപ്പിനും പ്രാധാന്യം കൊടുത്ത് ചെയ്യും. പക്ഷെ അത് മ്യൂച്വൽ ഫണ്ട്സ് മാത്രം. ടോട്ടൽ അസറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യുമ്പോൾ അതിനകത്ത് റിയൽ എസ്റ്റേറ്റ് എത്രയുണ്ട് അതൊക്കെ നോക്കുന്നില്ല. അത് നോക്കും. അല്ല, അത് ഓരോരുത്തരുടെയും ആവശ്യം അനുസരിച്ചാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ പൊതുവെ ഒരാളുടെ റിയൽ എസ്റ്റേറ്റ് അദ്ദേഹം താമസിക്കുന്ന വീട്ടിലെ റിയൽ എസ്റ്റേറ്റിനെ നമ്മളധികം കൂട്ടാറില്ല. കാരണം അതെന്ത് പറഞ്ഞാലും വിൽക്കാനും ആവശ്യമുള്ള സാധനമാണ്. അപ്പൊ അത് കൂട്ടാറില്ല. അതിന് പുറമേ ഉള്ളത് നമ്മൾ നോക്കും എത്ര ഉണ്ടെന്നുള്ളത്. എന്നിട്ടാണ് നമ്മൾ ആലോചിക്കുന്നത് എത്ര ശതമാനം പേപ്പർ അസറ്റ് വേണം. പേപ്പർ അസറ്റ് എന്ന് വെച്ചാൽ എപ്പോഴും ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ, FDs എല്ലാനും ആവാം. അപ്പോൾ അതിൽ എത്ര ശതമാനം FD വേണം, എത്ര ശതമാനം ഇക്വിറ്റി വേണം, എത്ര ശതമാനം ഗോൾഡ് എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിലെ ഗോൾഡുകൾ, പിന്നെ എത്ര ശതമാനം ഗ്ലോബൽ മാർക്കറ്റ് വേണം. അത് വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും ചെയ്യാറ്. അപ്പൊ നിഖിലിന്റെ കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വിടാൻ പോകുന്നില്ല. നിഖിലിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിഖിൽ ലാൻഡ് എടുക്കുന്നുണ്ടോ, ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ? കാരണം ഞാൻ ചോദിക്കാൻ ഒരു കാരണം എന്ന് വെച്ചാൽ ഞാനൊരു റീൽ കണ്ടു, സംബഡി ഹൂസ് വെരി വെൽതി. അപ്പൊ പുള്ളിക്കാരത്തി പറഞ്ഞത് ഞാൻ മ്യൂച്വൽ ഫണ്ട്സിലെ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല, ഞാൻ ഇൻഡെക്സ് ഫണ്ട്സിലെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ എൻ്റെ കയ്യിലുള്ള ലാൻഡ് അസെറ്റ്സ്, അതായത് പ്രോപ്പർട്ടി അസെറ്റ്സ് മാത്രമാണ്. അതായത് മ്യൂച്വൽ ഫണ്ട്സ് കംപ്ലീറ്റ്ലി മാറ്റി വെച്ച് ഇൻഡെക്സ് ഫണ്ട്സിലും ലാൻഡിലും മാത്രമേ. ആ ഒരു സൈക്കോളജി എന്താണ് അതിന്റെ പിന്നിൽ? നല്ലത്. ഇതിലെ ലാൻഡിന്റെ ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് ആ ലാൻഡ് നന്നായിട്ട് അറിയാൻ തുടങ്ങി. ഇപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് ഫ്ലാറ്റ് ഉണ്ട്, പിന്നെ ചെറിയ ലാൻഡും ഉണ്ട്. ഇതേ ഉള്ളൂ എനിക്ക്. അതിങ്ങനെ ഞാൻ പ്ലാൻ ചെയ്തിട്ടെടുത്തു നല്ലത് സംഭവിച്ചു പോയി. ഇത് താമസിക്കുന്നതല്ല, താമസിക്കല്ല. അപ്പോൾ അത് ഇത് റെൻ്റൽ ഇൻകം ഉണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ അതൊരു അസറ്റ് അലൊക്കേഷൻ നോക്കിയിട്ടല്ല. ഇപ്പോൾ ഞാനത് നോക്കണ്ട് എത്ര അതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഞാൻ അത് നോക്കാറുണ്ട്. പക്ഷെ ചെയ്ത ടൈമിൽ അതൊന്നും ആലോചിച്ചിട്ടല്ല. അപ്പോൾ പലർക്കും ഈ പറഞ്ഞതിൽ എല്ലാവർക്കും ഓരോ വ്യക്തികൾക്കും, നേരത്തെ പറഞ്ഞ ലേഡി എൻ്റെ ഒക്കെ ആണെങ്കിലും ഞങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ലാൻഡ് ആയിരിക്കും. അപ്പോൾ ദാറ്റ്സ് ഓക്കെ, ഓവർ പോണതിൽ തെറ്റില്ല. ഇപ്പം എൻ്റെ ക്ലയൻസ് തന്നെ ഉണ്ട്. ചില ആൾക്കാർക്ക് അവർക്ക് ലാൻഡിൽ ചിലപ്പോൾ നമ്മുടെ അടുത്ത് തരുന്ന പോർട്ട്ഫോളിയോനേക്കാളും 3 times 4 times ഒക്കെ ഉണ്ടാവും. പക്ഷേ ദേ ആർ മച്ച് കംഫർട്ടബിൾ ദർ. പക്ഷേ അവരൊരു റിട്ടയർമെൻറ്റ് ടൈമിലേക്ക് ആകുമ്പോൾ ദേ മേ എക്സിറ്റ് ആൻഡ് കം ടു നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് വരും. അപ്പോൾ എപ്പോഴും ഒരു ഹെൽത്തി ബാലൻസ് ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. And I believe over the last 20 period land has given the best returns. അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇത് എല്ലാത്തിലും ഏത് ലാൻഡ് എന്നുള്ളതിനുള്ള അർത്ഥം. ഇപ്പോൾ ലാൻഡിൽ ഞാൻ 2 എക്സാമ്പിൾ പറയാം. ഒരിക്കലും ഒരു ക്ലയൻറ്റ് വന്ന് പറഞ്ഞു അവർ 2 ലക്ഷം രൂപയ്ക്കായിട്ട് വാങ്ങിയ ലാൻഡാണ് ഇപ്പോൾ നമുക്ക് ഏബിൾ ടു സെൽ 2 crore കണ്ണൂർ എയർപോർട്ട് അടുത്ത്. ഓക്കെ. അപ്പോൾ അവർ ആ ലാൻഡ് വാങ്ങിയപ്പോഴും ഞാനിത് ശരിക്കും ഉണ്ടായിട്ടുള്ള കഥയാണ് പറഞ്ഞത്. അപ്പോൾ അവർക്കും അറിയില്ല ഇതെങ്ങനെയാണിത് സംഭവിച്ചത്. ദെൻ ദേ സോ പ്ലസൻ്റ്ലി സർപ്രൈസ്ഡ് ആൻഡ് ഹാപ്പി ആൻഡ് ഫാമിലി ഈസ് റിയലി ഹാപ്പി ആൻഡ് വളരെ മിഡിൽ ക്ലാസ് ആയിരുന്നു. സോ ദേ ഗോട്ട് ദാറ്റ് മണി ആൻഡ് സോ ഹാപ്പി. പക്ഷേ ഇത് തന്നെ ഞാൻ ആൾക്കാരുടെ അത് എന്താ പറയുക, ഏക്കേഴ്സ് ഓഫ് ലാൻഡ്, അവർ NRIസും US-ലൊക്കെയാണ്, അവർക്കത് വിൽക്കാനേ പറ്റുന്നില്ല. വിൽക്കാനാണെങ്കിലും പകുതി ബ്ലാക്കിലേക്ക് എടുത്തുള്ളൂ. അപ്പോൾ ഇവർ പറഞ്ഞ കാര്യം വെച്ചാൽ അത് മണി ലോട്ടറിക്കാണ്, ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് ഒന്നും ഇവൻ പല ഫാമിലിയും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ അവർക്കൊക്കെ ശരിക്കും അമ്മൂമ്മയുടെ പേരിലായിരിക്കും ലാൻഡ്, അച്ഛനും അമ്മയുണ്ട്, മക്കളുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ അമ്മൂമ്മ ഇസ് നോട്ട് റെഡി ടു സെൽ ഇറ്റ് ബിക്കോസ് ദാറ്റ് ഈസ് ദെയർ പ്രോപ്പർട്ടി. ചിലപ്പോൾ 10-20 കോടിയുണ്ട് ഈ സാധനത്തിൻ്റെ വില. മന്ത്ലി മെയിൻ്റനൻസ് തന്നെ ലക്ഷങ്ങൾ പോകും, മറ്റേ വൃത്തിയാക്കലും അങ്ങനെയൊക്കെ. പക്ഷേ ദേ ഡോണ്ട് ഹാവ് ദാറ്റ് മച്ച് ഓഫ് ഇൻകം ആക്ച്വലി. ഈ പിള്ളേർ ജോലി ചെയ്തിട്ട് അവരെ ശമ്പളത്തിൽ നിന്നാണ് ആ ഇൻകം വരുന്നത്. ഐഡിയലി സ്പീക്കിംഗ് അവരതിൽ നിന്നൊരു 25% എക്സിറ്റ് ചെയ്യണമെങ്കിൽ തന്നെ അവർക്ക് ജീവിക്കാനുള്ള പൈസയും ആ എൻ്റെ പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പൈസയും അവർക്കത് കിട്ടും. പക്ഷേ അവർക്ക് അത് വിൽക്കാനായിട്ട് താല്പര്യമില്ല. അങ്ങനെ അപ്പോൾ ഇതിലെല്ലാം കാര്യം വെച്ചാൽ ഓരോരുത്തരുടെയും എന്താണ് ലാൻഡിന്റെ റിക്വയർമെന്റ് ആൻഡ് ഇമോഷണൽ കണക്ട് വേറെയാണ്. അതെ. പിന്നെ ഈ ലാൻഡിൻ്റെ തന്നെ വേറെ കാര്യം, ആൻഡ് റിയൽ എസ്റ്റേറ്റ് ഈസ് ഗുഡ് അസെറ്റ് ഫോർ പീപ്പിൾ ഹു നോ ദാറ്റ് അസെറ്റ്. എനിക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യണ ക്ലയൻസ് ഉണ്ട്. അപ്പോൾ അവർക്കുള്ളൊരു പ്രത്യേകത വെച്ചാൽ ഇവരുടെ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ ദേ ആർ ട്രേഡിങ് ഇൻ ലാൻഡ്. അപ്പോൾ അവർ ചിലപ്പോൾ ഇവരൊക്കെ ചെയ്യണ കാര്യം വെച്ചാൽ ഇവർ നമ്മുടെ അടുത്ത് വന്നിട്ട് ഡീൽ ചെയ്യും. എന്നിട്ട് അവരുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് ഡീൽ ചെയ്യും. അവർ പറയുക വെച്ചാൽ ഞാൻ അഡ്വാൻസ് ഇത്ര തരെയാണ്, എഴുതണ്ട വെച്ചാൽ സെല് ചെയ്യണ്ട. അപ്പോൾ ഇവരെ പ്രത്യേകിച്ച് വെച്ചാൽ ഇവർ 6 മാസമോ 1 വർഷത്തിനുള്ളിൽ ഇവർ ബയേഴ്സിനെ കണ്ടെത്തിയിട്ട് വിൽക്കും. അപ്പോൾ ചിലപ്പോൾ 1 കോടി രൂപ ലാൻഡായിരിക്കും, ഇവർ 10 ലക്ഷം കൊടുത്തിട്ടുണ്ടാവും അഡ്വാൻസ്. സോ ഇവരുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഓൺലി 10 lakh rupees അല്ലെങ്കിൽ 20 lakh rupees. എന്നിട്ട് ഇവരിത് വിൽക്കണത് എന്തിനാണ്? 1 കോടിക്ക് പകരം 1.5 കോടിക്കായിരിക്കും. അപ്പോൾ ഇവരുടെ ക്യാപിറ്റലിൻ്റെ ആ 1 കോടിക്ക് ആക്ച്വലി ഓണർക്ക് 1 കോടി കൊടുക്കും, ഇയാൾക്ക് 20 ലക്ഷം കിട്ടും.
അപ്പോൾ സോ ദാറ്റ് ഈസ് എ ബിഗർ. അപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ 10 ലക്ഷം തൊട്ട് 20 ലക്ഷം ലാഭം. പക്ഷെ അത് ദാറ്റ്സ് ആക്ച്വലി പീപ്പിൾ ഹു ആർ കംപ്ലീറ്റ്ലി ഇൻവെസ്റ്റഡ് ഇൻ ദാറ്റ് ബിസിനസ്. അത് ബിസിനസ് ആണ്. അതിന് ഒരു കാര്യം കൊണ്ടുണ്ട് അതിൽ. അങ്ങനെ ചെയ്യുന്ന ടൈമിൽ ലാൻഡ് വാങ്ങുമ്പോൾ എന്താണ്, അതിൽ 10% സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കണം. അപ്പോൾ നമ്മൾ 1 കോടിക്ക് ലാൻഡ് വാങ്ങി കഴിഞ്ഞാൽ 1.10 നമ്മുടെ ലാൻഡിൻ്റെ വില 1 ലക്ഷമേ ഉള്ളൂ, 1 കോടിയേ ഉള്ളൂ. അപ്പം നമുക്ക് ഈ പറഞ്ഞ ലാൻഡ് വിൽക്കുന്ന സമയത്ത് നമ്മൾ 1.20 കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ സ്റ്റാമ്പ് ഡ്യൂട്ടി മുതലാവുന്നുള്ളൂ. അപ്പോൾ ഒരു സാധാരണക്കാരൻ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഹി ഹാസ് ടു പേ ദാറ്റ് സ്റ്റാമ്പ് ഡ്യൂട്ടി, എസ്പെഷ്യലി ഇഫ് ദാറ്റ്. ഇപ്പോൾ ഇതിൽ കേൾക്കുന്ന ആൾക്കാർ വിചാരിക്കുന്നതാണ് അതിന് ഞാൻ ഫുൾ പൈസയ്ക്ക് വാങ്ങുന്നില്ലല്ലോ എന്നുള്ളത്. ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് വോൾ ഗെയിം. ഒരു നല്ലൊരു ബിസിനസ് ചെയ്യുന്ന ആൾ, അല്ല നല്ലൊരു ജോലി ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ ഒരു NRI, അവരെ സംബന്ധിച്ച് വൈറ്റിലുള്ള പൈസ ബ്ലാക്ക് ആക്കേണ്ട വല്ല കാര്യമുണ്ടോ? കാരണം ഇപ്പോൾ നമ്മളൊരു ബ്ലാക്കിൽ 1 കോടിയുടെ ഡീൽ എടുത്തുള്ളൂ, ഒരു 50 ലക്ഷമാണ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ 50 ലക്ഷം ബ്ലാക്കിൽ കൊടുക്കണം. ഇനി അപ്പോൾ 50 ലക്ഷം പേപ്പറിൽ കാണിച്ചിട്ടുള്ളൂ. ഈ സാധനം നമ്മൾ 2 വർഷം കഴിഞ്ഞിട്ട് 2 കോടിക്ക് വിൽക്കുന്നു. ആ സമയത്ത് പിന്നെ നമ്മൾ പകുതിയിൽ അപ്പോൾ നമ്മൾ വിചാരിക്കും 50 ലക്ഷം കാണിച്ചിട്ടുള്ളൂ 2 കോടിക്ക് വിൽക്കണം. ആ സമയത്ത് 2 കോടി പേപ്പറിൽ കാണിക്കുകയാണെങ്കിൽ ആക്ച്വൽ ലാഭത്തിലുണ്ട് 1 കോടിയേ ഉള്ളൂ. പക്ഷേ പേപ്പറിൽ ലാഭം 1.5 കോടിയാണ്. അപ്പോൾ 1.5 കോടിക്ക് ടാക്സ് കൊടുക്കണം. അപ്പോൾ ആ ടൈമിൽ പറയും ഓ അത് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 1 കോടിക്ക് വിറ്റതിന് 1 കോടി കാണിക്കുള്ളൂ, ബാക്കി 1 കോടി ബ്ലാക്കിൽ വാങ്ങും. അപ്പോൾ ഈ 1 കോടി ബ്ലാക്ക് മാനേജ് ചെയ്യാനായിട്ട് ഒരു സാധാരണക്കാരെ കൊണ്ട് പറ്റും? ഈ 1 കോടി നമ്മൾ എല്ലാ ദിവസവും ഇരുന്നിട്ട് അരിയും പരിപ്പും വാങ്ങിക്കഴിഞ്ഞാൽ തീരും. പിന്നെ നമ്മൾ ദിസ് ഈസ് വാട്ട് ദ പ്രോബ്ലം ഈസ്. Oh, you've seen a lot of people trapped in this circle, or what? ഇനി അങ്ങനൊന്നും പറയില്ല. എന്നിട്ട് പറയും എന്നോട് ആ ലിസ്റ്റ് എന്നോട് പറയാൻ പറയും. ഐ ഡോണ്ട് നോ. എനിക്ക് ഞാനൊരു ഇമാജിനേഷൻ ഉപയോഗിച്ചതാണ്. എനിക്ക് ഭയങ്കര ഇമാജിനേറ്ററി പവറുള്ള അത് പറഞ്ഞതാണ്. അല്ല, സോ അപ്പം നമ്മൾ സാധാരണക്കാരൻ റിയൽ എസ്റ്റേറ്റിൽ വരുമ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചറിനകത്ത് വർക്ക് ചെയ്യാൻ അത്ര എളുപ്പമല്ല. ഇനി അതിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ ഇതിന് വേറൊരു അസറ്റ് കൂടി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. റീറ്റ്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ റിയൽ എസ്റ്റേറ്റ് AIF എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. 2 പെട്ടെന്ന് പറയാം. റീറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റിയൽ എസ്റ്റേറ്റിൻ്റെ ഒത്തിരി നമ്മുടെ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണ, നാട്ടിലിപ്പോൾ ബാംഗ്ലൂരും ചെന്നൈയിലൊക്കെ ഉള്ള IT പാർക്കുകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ബിസിനസ് പാർക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ എംബസി ഗോൾഫ് പാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ബാംഗ്ലൂർ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ എല്ലാ ബിൽഡിങ്ങുകളും കൂടിയിട്ട് അതിൻ്റെ ഓണർഷിപ്പായിട്ട് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതിനെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അത് റിയൽ എസ്റ്റേറ്റിൻ്റെ മ്യൂച്വൽ ഫണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതിനെ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് എന്ന് പറയും, റീറ്റ്സ്. ഇത് ചിലപ്പോൾ 1 യൂണിറ്റിന് നമുക്ക് 150 തുടങ്ങിയിട്ട് ഒരു 500 രൂപ വരെയായിട്ട് നമുക്ക് 1 യൂണിറ്റ് വാങ്ങാൻ പറ്റും. അപ്പോൾ ഒരെണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ ഒരു നുള്ള് ഓണർഷിപ്പ് നമുക്ക് അതിലുണ്ടാവും. അപ്പോൾ ഞാൻ എംബസിയിൽ പോയിട്ട് അതിലൊരു ഹിൽട്ടൻ്റെ ഹോട്ടലുണ്ട്, ഞാൻ അതിൽ പോയി താമസിച്ചു. അപ്പോൾ ഞാനൊന്ന് ഞെളിഞ്ഞേക്കിരുന്നു. കാരണം വെച്ചാൽ ഞാനും ഇതിൻ്റെ ഓണറാണല്ലോ. എൻ്റെ അടുത്ത് ഒരു ഷെയർ ഉള്ളെങ്കിൽ ഞാൻ അതിൻ്റെ ഓണറാണ്. അപ്പോൾ അതിൽ നിന്നുള്ള ലാഭം എന്താണ്? അപ്പോൾ അതിൽ നിന്ന് ആ എൻ്റയർ പ്രോപ്പർട്ടിയുടെ റെൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ക്വാർട്ടർലി നമുക്ക് റെൻറ്റിൻ്റെ 90% വരെ ഓരോ ഇൻവെസ്റ്റേഴ്സിനും വീതിച്ചു കൊടുത്തിരിക്കണം. അപ്പോൾ ദാറ്റ് ഈസ് മൈ ഇൻകം. ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇനി അതുകൂടാണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വരുമാനം മൊത്തമായിട്ട് വരുന്ന സമയത്ത് നന്നായിട്ട് വരുമാനം വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മാർക്കറ്റിൽ അതിൻ്റെ മൊത്തം വില കൂടും. അപ്പോൾ അതിൽ ക്യാപിറ്റൽ അപ്രീസിയേഷൻ കിട്ടും ഈ 400 രൂപ ഇൻവെസ്റ്റ് ചെയ്തതിൽ. അപ്പോൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം, 5 ഇയർ പീരീഡ് ഓഫ് ടൈം, ക്യാപിറ്റൽ അപ്രീസിയേഷൻ വന്നിട്ട് ഒരു 4% വെച്ച് കൂടെയാണ്, ഇൻകം വന്നിട്ട് ഒരു 4% വെച്ച് എല്ലാ വർഷവും കിട്ടണമെങ്കിൽ, ക്വാർട്ടർലിയായിരിക്കും കിട്ടുന്നത്. അത് കിട്ടണമെങ്കിൽ 8 to 12% നമുക്കതിൽ നിന്ന് ഒരു റിയൽ എസ്റ്റേറ്റിൽ നിന്ന് റിട്ടേൺ കിട്ടും. നമ്മൾ ഇപ്പോഴത്തെ തന്നെ അവസ്ഥയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ വിട്ടേക്ക്, പക്ഷേ 1 കോടി രൂപ നമ്മൾ ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ഫ്ലാറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു കൊച്ചിയിൽ, എത്ര രൂപ റെന്റ് കിട്ടും? 30,000 കിട്ടും. 30,000 വെച്ചാൽ 1 കോടിയുടെ എത്ര ശതമാനമുണ്ട്? ഏകദേശം 3.6%. അതിൽ നമ്മളൊരു 5,000 രൂപ 3,000 രൂപ മെയിൻ്റനൻസ് കൊടുക്കണം. ഇനി ടെനൻറ്റ് ഒരു 3 വർഷം കഴിഞ്ഞാൽ മാറിക്കഴിഞ്ഞാൽ പെയിൻ്റ് അടിക്കണം. ഇതെല്ലാം കഴിഞ്ഞാൽ എഫക്റ്റീവ് ഈൽഡ് എത്രയുണ്ട്? ആ 3.6 ചിലപ്പോൾ കിട്ടുന്നത് എത്ര കിട്ടും? ചിലപ്പോൾ ഒരു 2% കിട്ടിയതായിരിക്കും. അപ്പോൾ അതിനേക്കാളും നല്ലത് ഈ ഇതിലിട്ട് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഒരു ഫ്ലാറ്റ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഇത് വിൽക്കണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്കൊരു 10 ലക്ഷം രൂപ വേണം. ഫ്ലാറ്റിൻ്റെ 10 ലക്ഷമായിട്ട് വിൽക്കാൻ പറ്റില്ല. റീഡ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്കുള്ള ഗുണം വെച്ചാൽ നമ്മുടെ അടുത്ത് ഒരു മൊത്തം അസറ്റ് 20 ലക്ഷം ഉണ്ടെങ്കിൽ 2 ലക്ഷം വിൽക്കണം എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് വിൽക്കാം. അപ്പോൾ റീഡ്സ് ഈസ് അനദർ ഓപ്ഷൻ ഫോർ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്. അപ്പോൾ നമുക്കും നമ്മുടെ എൻ്റയർ പോർട്ട്ഫോളിയോയിൽ വേണമെങ്കിൽ റിയൽ എസ്റ്റേറ്റും ആഡ് ചെയ്യാം. ഇങ്ങനെ ആഡ് ചെയ്യാം. ഇനി അതേപോലെ തന്നെ ആഡ് ചെയ്യാവുന്ന ഒരു സാധനമാണ്
ഇതിലെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻവെസ്റ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്. അതെന്ന് വെച്ചാൽ ഇപ്പോൾ റോട്ടറി ടോളില്ലേ, അതിൻ്റെയൊക്കെ ഓണർഷിപ്പാണ് അതിൽ. അങ്ങനെ നമുക്ക് അങ്ങനെ കുറേ നല്ല പുതിയ കാര്യങ്ങളുണ്ട്. അതിൻ്റെ നമുക്ക് ഈ 3 മാസം കൂടുമ്പോൾ റെൻ്റായിട്ട് കിട്ടും. പക്ഷെ ലാൻഡാണ് നമ്മൾ നേരത്തെ സംസാരിച്ചു. ഇപ്പോൾ പലരും പറയും പ്ലോട്ട് ഓഫ് ലാൻഡ് എടുത്ത് വെക്കുക, അത് ഗ്രോ ചെയ്തോളൂല്ലോ. ഇനി അതിൻ്റെ കാര്യം ഇപ്പോൾ ലാൻഡ് വാങ്ങണമെങ്കിൽ 1 കോടി രൂപ വാങ്ങണം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഒരു 1 കോടി രൂപ ഇത് 10 സെന്റ് അല്ലെങ്കിൽ 10 സെന്റ് ആണെന്നുണ്ടെങ്കിൽ 10 സെന്റ് ആണെന്നുണ്ടെങ്കിൽ 10 സെന്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്കറിയണം ആ ലാൻഡ് നല്ലതാണോ, ബയ്യറെ നമ്മൾ കണ്ടെത്തണം. ഇപ്പോൾ അതേമാതിരി ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളുണ്ട്. അപ്പോൾ ആ ഫണ്ട് എന്ത് ചെയ്യണം, ചില ആൾക്കാരുടെ പൈസ ഇങ്ങനെ സ്വരൂപിച്ചിട്ട് മിനിമം 1 കോടി ഇൻവെസ്റ്റ്മെന്റ് വേണം. അപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രസ്റ്റ്, ഒന്നില്ലെങ്കിൽ ബിൽഡേഴ്സിന് ലോൺ കൊടുക്കും. ആൻഡ് അവിടെ നിന്ന് നേരത്തെ ഡെറ്റ് പറഞ്ഞില്ലേ, ആ ഡെറ്റിന് അവർ 15-18% ഇൻട്രസ്റ്റ്. കാരണം റിയൽ എസ്റ്റേറ്റ് ബിൽഡേഴ്സിന് ഡെവലപ്പേഴ്സിന് ഒരിക്കലും ബാങ്കിൻ്റെ ലോൺ കിട്ടില്ല. ലാൻഡ് വാങ്ങാനായിട്ട് കൊടുക്കില്ല. അപ്പോൾ അതിന് ഈ പ്രൈവറ്റ് ഇക്വിറ്റിക്കാർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ഇവർക്ക് 18% റേറ്റ് കിട്ടും. അതിൽ നിന്ന് നമുക്കൊരു 14% എഫക്റ്റീവ് ടാക്സ് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടാനും, അല്ലെങ്കിൽ ഒരു 10-12% കിട്ടാൻ ചാൻസ് ഉണ്ട്. So that is much better than this one. It's already stress അടിച്ചു തുടങ്ങി. But thank you so much Nikhil for your valuable time. Nikhil, you spared the time for us. വളരെ ബിസി ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് അറിയാം, പക്ഷെ നമുക്ക് വേണ്ടി, നമ്മുടെ ഓഡിയൻസിന് വേണ്ടി സമയം കണ്ടെത്തി. അതിന് ഒത്തിരി താങ്ക് യു ഉണ്ട്. പിന്നെ ഞാനൊരു ഡിസ്ക്ലെയിമർ ഇട്ടോട്ടെ, ഇത് നമ്മുടെ ഡിസ്കഷൻസ് ആണ്, നമ്മുടെ ഒപ്പീനിയൻസ് ആണ്. ബ്ലൈൻഡ്ലി ഒരു കാര്യവും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. യു ക്യാൻ ഡൂ ദ റിസർച്ച് ഒക്കെ ചെയ്ത് 10 മനുഷ്യരോട് സംസാരിച്ച് എല്ലാ ഡീറ്റെയിൽസും എടുത്ത് സ്വന്തം ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് എത്ര പൈസയുണ്ടെന്നും എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നും എല്ലാം നല്ല കറക്റ്റ്ലി സ്ലോ ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ എടുത്ത് ഒന്നും ചെയ്യാതിരിക്കുക. ഓക്കെ, താങ്ക്സ് എ ലോട്ട് നിഖിൽ. താങ്ക് യു.